പെട്ടെന്നായിക്കോട്ടെ, അച്ഛനും അമ്മ എത്താറായി. കഴിയാറായി. എന്റെ പൊന്നമ്മേ, അമ്മ എന്തിനാ ഇത്ര താന്നു കൊടുക്കുന്നേ? നീ ഒന്ന് പോയിക്കേ. മഹാറാടി വന്നേ. അടുക്കള ചെയ്ത എന്താ കുഞ്ഞുമ്മയുടെ കയ്യിലെ വട ഉരിപ്പോ? ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? എന്റെ പൊന്നളിയ, പേരിന് മാത്രമേ ബിസിനസ് ഉള്ളൂ. പണ്ടത്തെ പോലെ അത്ര ലാഭകരമൊന്നും ഇല്ലെന്നേ. ഈ വർഷം ചൂട് അല്പം കൂടുതലല്ലേ മാഷേ? എന്റെ സതീശ, മഴ മാത്രം മതിയോ? ചൂടും അല്പം വേണ്ടേ? എന്നാലും മാഷേ, ഇവിടെ നമ്മൾ മനുഷ്യന്മാർക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ സ്വഭാവം മാറുന്നു. പിന്നെ പ്രകൃതിക്ക് എന്തോ ഉണ്ടായിക്കൂടാ. താൻ ഇത്ര പെട്ടെന്ന് ഭഗവാനോട് എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞോ? വേണ്ട കേട്ടോ മോഷേ. സതീശ, കുട്ടികളെന്ത് ആദരയും കണ്ടില്ലല്ലോ. വിഷു അല്ല ടീച്ചറെ, വീട്ടില് വിരുന്നുകാരുണ്ട്, അതിന്റെ തിരക്കിലാണ്. സുഖല്ലേ? ഓ സുഖം. ഇടോ, എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ആയിക്കോട്ടെ മാഷേ. ചേച്ചി, അച്ഛമ്മ അച്ഛനും കൈകൊണ്ട് ഉണ്ണിക്കുട്ടാ, മോനെ. അച്ഛൻ്റെ പേര് കഴിഞ്ഞിട്ടോ. ദേവൂട്ടി മോളെ, ഇനി വന്നേ. മോളെ, മോളെ കുഞ്ഞാറ്റേ, വാ. അച്ഛൻ്റെ വാ. മീനൂട്ടി മോളെ, ഇങ്ങി വന്നേ. തന്നെ വഴിക്കിപ്പോ കാണാൻ കിട്ടുന്നില്ലല്ലോ. അച്ഛ, എനിക്ക് തന്നെ കാണാൻ കിട്ടുന്ന വല്ലപ്പോഴുവാ. പിന്നെ അച്ഛാ, ബിസിനസ് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടന്നെ. അമ്മേ, ഇവിടെ ആരും ഇല്ലേ? താനും പോയി പോയിക്കാ. മോൻ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഒരു നല്ല ദിവസമായിട്ട് ഓരോന്ന് വന്നിയേറി വന്നോളും. മീനൂട്ടി മോളെ. അച്ഛമ്മേ, ദാ. ഇതാ വെച്ചോളൂ. അമ്മേ, ഇത്രയും പഠിക്കണ്ട, എന്റെ മക്കൾക്ക് തരുന്ന പോലെ എന്ന് കരുതിയാൽ മതി. മോൻ വല്ലതും കഴിച്ചായിരുന്നു? മക്കളെ, ഇനി നിങ്ങളോട് എന്തൊരു പ്രധാനപ്പെട്ട നയി പറയും. ആ താന്തൻ്റെ ഇതാണ്, അതതിൻ്റെ വിഷയം. അച്ഛൻ പറഞ്ഞാൽ മതി. ആ താൻ പോയി എടുത്തുകൊണ്ടോ.
മോരെ മുരളി, മോളെ മഞ്ജു, എന്താണ് വാക്ക്? എന്തിനാച്ചാ ഇത്രയും തിടുക്കത്തിൽ ഇതൊക്കെ? മക്കളെ ഇത് ഞങ്ങളുടെ കടമയാണ്. അയാൾ പറഞ്ഞതാണ് ശരി. ഇത് കുറച്ച് നേരത്തെ ആയി എന്ന് മാറി. നിങ്ങൾക്ക് എന്തിന്റെ കേടാന്നല്ലേ? മുഴുവൻ നശിപ്പിച്ചാലേ സംഭാവന ആവത്തുള്ളൂ. ഓ, അറിയാതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ ഒരുപാട് മാറിപ്പോയി. പക്ഷേ ഞാനിപ്പോ അവർക്കൊരു ബാധ്യതയാണെന്ന് തോന്നുന്നു. എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയില്ല. ഒരു കണക്കിന് മാഷ് ഇതൊക്കെ കാണേണ്ടി വന്നില്ല. മോളെ, നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് തന്നെ വേണോ നിന്റെ ഈ കോപ്രായം? അച്ഛമ്മയ്ക്ക് എന്തിന്റെ കേടാണോ? ഒന്ന് പോയേ. ഈ കുട്ടികളുടെ ഒരു കാര്യം ആര് പറഞ്ഞു കൊടുക്കാൻ? മുരളിയേട്ടാ, എന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നോ ഒന്നും മിണ്ടാതെ? നീ എന്താ കാര്യം എന്ന് പറ. നിങ്ങളുടെ അമ്മ എന്തിനാ മോളുടെ മെക്കിട്ട് കയറുന്നത്? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. വന്നേ. ഓ ശേ, കൗസുകവും ഭക്തവത്സലൻ ഭക്തന്മാർക്കും കണ്ടറിവാനായി. അമ്മയ്ക്ക് എന്താണ് പ്രശ്നം? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. അത് മോനെ, മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലയോ? എന്നു മുതലാണ് നിങ്ങൾക്ക് ഞാൻ ഭാരമായത്? അല്ലേലും പ്രായമാകുമ്പം എല്ലാ അച്ഛനമ്മമാരും മക്കൾക്കൊരു ഭാരമാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇങ്ങനെയാണെങ്കിൽ അമ്മ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. സന്തോഷമായി മക്കളെ ഈ അമ്മയ്ക്ക്. മോനെ ചെന്നിക്കട്ടെ. അമ്മമ്മ എന്റെ വീട്ടിലേക്ക് വരാത്തെ? അമ്മമ്മ എന്നെ ഉണ്ണിക്കുട്ടന് കൈനീട്ടമൊന്നും തരാത്തെ? കഴിഞ്ഞ പ്രാവശ്യം തന്നതാണല്ലോ. അമ്മമ്മയുടെ കയ്യിലൊന്നുമില്ല മോനെ തരാൻ. നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് കണ്ണി കണ്ടവരോട് സംസാരിക്കരുതെന്ന്.
മോളെ എന്തിനാ കുട്ടിയെ? മോളോ? ആരുടെ മോള്? എന്റെ തള്ള പണ്ടേ ചത്തുപോയതാ. നിങ്ങൾ ആരാ? അമ്മ എന്താ മനസ്സിലാവും? ഓർമ്മ കിട്ടുന്നില്ല കുട്ടിയെ. ഇതുപോലെ ഒരു വിഷുനാളിൽ അമ്മ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട്. ഒപ്പം കഞ്ഞിട്ടു. അമ്മ മറന്നാലും ഞാനത് മറക്കില്ല. അന്ന് കിട്ടിയത് ഒരു അമ്മയുടെ സ്നേഹമാണ്. ഇന്നും ആ സ്നേഹത്തിന്റെ രുചി എന്റെ ഹൃദയത്തിലാണ്. ഈ വിഷുനാളിൽ അമ്മയ്ക്ക് കഞ്ഞിട്ടമായി തരാൻ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ഒരുള്ള ചോറ് മാത്രമേ ഉള്ളൂ.